ഈജിപ്റ്റായിരുന്നു മരണാനന്തര ജീവിതത്തിൽ ആദ്യമായി വിശ്വസിച്ച മനുഷ്യ സമൂഹം എന്നാണ് കണക്കുകൂട്ടലുകൾ. അവരുടെ വിശ്വാസപ്രകാരം മരണം എന്നത് നമ്മുടെ ശരീരത്തിൽ നിന്നുമുള്ള മോചനം മാത്രമാണ്. അതിനുശേഷം ശരീരമില്ലാത്ത ചിന്തകൾ മാത്രമായി നാം ഇവിടെ ജീവിക്കും. അങ്ങനെ ആ ശരീരമില്ലാത്ത ജീവിതം ആസ്വദിക്കുന്നതിന് വേണ്ടിയാണ് പ്രധാനമായും പിരമിഡുകൾ പണിഞ്ഞത്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഈ പിരമിഡുകൾ യഥാർത്ഥത്തിൽ അതിഭീകരമായ ശവകുടീരങ്ങളാണ്. പിരമിഡുകളും മമ്മികളും തമ്മിലുള്ള ബന്ധം പുരാതന ഈജിപ്ഷ്യൻ മരണാനന്തര ജീവിത വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ്. ഫറവോമാരുടെ മൃതദേഹങ്ങൾ അനശ്വരതയിലേക്ക് കടക്കുന്നതിനു വേണ്ടിയാണ് പിരമിഡുകൾ നിർമ്മിച്ചത്. ഈജിപ്തുകാർ വിശ്വസിച്ചിരുന്നത് ആത്മാവിന് അടുത്ത ലോകത്തേക്ക് യാത്ര ചെയ്യണമെങ്കിൽ ശരീരം കേടുകൂടാതെ നിലനിൽക്കണം എന്നാണ്. ഈ ലക്ഷ്യത്തോടെയാണ് രാജാക്കന്മാരുടെയും പ്രമുഖരുടെയും മൃതദേഹങ്ങൾ പ്രത്യേക ലേപനങ്ങളാൽ സംരക്ഷിക്കുന്ന മമ്മിഫിക്കേഷൻ എന്ന പ്രക്രിയ നടത്തിയിരുന്നത്. മമ്മീകരണം ചെയ്ത ഈ മൃതദേഹങ്ങൾ അഥവാ മമ്മികൾ അവരുടെ സമ്പത്തും നിത്യജീവിതത്തിന് ആവശ്യമായ വസ്തുക്കളോടും സ്വർണത്തോടും കൂടി സുരക്ഷിതമായി അടക്കം ചെയ്യുന്നതിനു വേണ്ടി നിർമ്മിച്ച അതിവിശാലവും ശക്തവുമായ ശവകുടീരങ്ങളാണ് പിരമിഡുകൾ. 4000 വർഷങ്ങൾക്ക് മുമ്പ് ഈജിപ്തിലെ രാജാക്കന്മാരായ ഫറവോമാരാണ് പിരമിഡ് പണിതത്. അതായത് 45 നൂറ്റാണ്ടുകൾക്ക് മുമ്പ്. ആ ഒരു കാലഘട്ടം തന്നെയാണ് പിരമിഡിനെ കൂടുതൽ നിഗൂഢതയിൽ ആഴ്ത്തുന്നത്. നാം ഇന്ന് കാണുന്ന പിരമിഡിന്റെ രൂപമായിരുന്നില്ല അവയ്ക്ക് അന്നുണ്ടായിരുന്നത്. ആധുനിക യുഗത്തിന്റെ തുടക്കം വരെ പിരമിഡിന് മറ്റൊരു രൂപമായിരുന്നു. വെള്ളനിറത്തിലെ ലൈംസ്റ്റോണുകൾ പോളിഷ് ചെയ്ത ഒരു കവറിംഗ് പിരമിഡുകൾക്കുണ്ടായിരുന്നു. പിരമിഡിന്റെ വലുപ്പവും വെള്ള ലൈംസ്റ്റോണിന്റെ തിളക്കവും കൂടിച്ചേരുമ്പോഴുണ്ടാകുന്നത് നമ്മുടെ കണ്ണുകൾക്ക് പോലും വിശ്വസിക്കുവാൻ കഴിയാത്ത അനുഭൂതിയായിരുന്നു. പകൽ സമയങ്ങളിൽ അതിഭീകരമായി വെട്ടിത്തിളങ്ങുന്ന ആ രൂപത്തെ അറബികൾ വിളിച്ചിരുന്നത് വെളിച്ചം എന്ന ഓമന പേരിലായിരുന്നു. എന്തിനാണ് പിരമിഡുകൾ പണിതതെന്നും ആരാണ് പിരമിഡുകൾ പണിതതെന്നുമുള്ള ഉത്തരങ്ങൾ നമുക്ക് ലഭിച്ചേക്കാം. എന്നാൽ എങ്ങനെയാണ് ഇവ പണിതതെന്നുള്ള ചോദ്യം ഇന്നും നമ്മുടെ ഇടയിൽ ചോദ്യമായി തന്നെ നിലനിൽക്കുകയാണ്. കേൾക്കുമ്പോൾ ആ ചോദ്യം നിസ്സാരമായി തോന്നാമെങ്കിലും ആ ചോദ്യത്തിനാണ് യഥാർത്ഥത്തിൽ ഏറ്റവും അധികം അർത്ഥമുള്ളത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ദി ഗ്രേറ്റ് പിരമിഡ് ഓഫ് ഗിസ നിർമ്മിച്ചിരിക്കുന്നത് 20 ലക്ഷം ലൈംസ്റ്റോണുകളും ഗ്രാനൈറ്റ് ബ്ലോക്കുകളും ഉപയോഗിച്ചാണ്. ഒരാളുടെ അത്രയും ഏകദേശം പൊക്കം വരുന്ന കല്ലുകളാണിവ. അവയുടെ ഏകദേശം ഭാരം 2500 കിലോഗ്രാമാണ്. ദി ഗ്രേറ്റ് പിരമിഡ് ഓഫ് ഗിസ ഈജിപ്തിലെ കെയ്റോയ്ക്ക് സമീപമുള്ള ഗിസ പീഠഭൂമിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പുരാതന ലോകത്തിലെ 7 അത്ഭുതങ്ങളിൽ നിലനിൽക്കുന്ന ഒരേയൊരു അത്ഭുതമാണിത്. ഏകദേശം 2600 BC-യിൽ പുരാതന ഈജിപ്തിലെ പഴയ രാജ്യത്തിന്റെ കാലത്ത് നിർമ്മിച്ചതാണെന്ന് കരുതുന്നു. ഇതിനകത്ത് 3 അറകളുണ്ട്. അതിൽ രാജാവിന്റെ ശവകുടീരമായ രാജാവിന്റെ ചേംബറും ഉൾപ്പെടുന്നു. ഇതിലുള്ള ഗ്രാൻഡ് ഗാലറി എന്ന് പറയുന്ന അറ പിരമിഡിന്റെ മുകൾ ഭാഗത്തുള്ള രാജാവിന്റെ ചേംബറിലേക്ക് നയിക്കുന്ന ഒരു വലിയ ഇടനാഴിയാണ്. ഇതിനടുത്ത് മറ്റ് 2 പിരമിഡുകളും ഗിസയിലെ വലിയ സ്ഫിങ്സും ഉൾപ്പെടെ നിരവധി പുരാതന സ്മാരകങ്ങളുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ എത്രയും ഭാരമുള്ള കല്ലുകളും മറ്റ് നിർമ്മാണ സാമഗ്രികളും എങ്ങനെയാണ് അവർ അവിടേക്ക് എത്തിച്ചതെന്ന് ഇന്നും നമുക്ക് കൃത്യമായി പറയുവാൻ കഴിയില്ല. എങ്ങനെയാണ് ഇത്രയും അധികം ഉയരത്തിലേക്ക് അവ എത്തിച്ചതെന്നും നമുക്ക് കൃത്യമായി അറിയില്ല. എന്തിനേറെ പറയുന്നു, ഇന്നത്തെ ഏറ്റവും അഡ്വാൻസ്ഡായ സാങ്കേതികവിദ്യ ഉപയോഗിച്ചാൽ പോലും നമുക്ക് ഇത്തരത്തിലൊരു അത്ഭുതം രൂപപ്പെടുത്താൻ കഴിയുകയില്ല. എങ്ങനെയാണ് ഈ മനുഷ്യർ 4000 വർഷങ്ങൾക്ക് മുൻപിത് പണിതത്? ഉത്തരം കിട്ടാത്ത നിരവധി ചോദ്യങ്ങളുടെയും നിരവധി നിഗൂഢതകളുടെയും ഒരു കൊട്ടാരമാണ് യഥാർത്ഥത്തിൽ പിരമിഡ്. അതുകൊണ്ട് തന്നെ ഇന്ന് നാം അവയുടെ രഹസ്യങ്ങളുടെ തിരശീല നീക്കുവാനല്ല പോകുന്നത്. പകരം നമ്മൾ ഇന്ന് ആ നിഗൂഢതയുടെ ആഴമൊന്ന് അളക്കുവാനാണ് പോകുന്നത്. 1931-ലാണ് മനുഷ്യരുടെ മുൻപിലേക്ക് ആദ്യമായി എയർ കണ്ടീഷൻ എന്ന സാങ്കേതികത എത്തിയത്. എന്നാൽ വർഷങ്ങൾക്കു ശേഷമാണ് സാധാരണ ജനങ്ങളിലേക്ക് അവ എത്തിയത്. പിന്നീട് ചൂടുകൂടിയ പ്രദേശങ്ങളിൽ എയർ കണ്ടീഷൻ നിർബന്ധമായി മാറുവാൻ തുടങ്ങി. ഒന്ന് ആലോചിക്കുകയാണെങ്കിൽ, പുരാതന കാലത്തും ചൂടുകൂടിയ പ്രദേശങ്ങൾ ഉണ്ടായിരുന്നില്ലേ? അന്ന് അവിടുത്തെ മനുഷ്യർ എന്തായിരിക്കും ചെയ്തിരിക്കുക? അവിടെയാണ് പിരമിഡ് എന്ന അത്ഭുതത്തിന്റെ പ്രസക്തി വരുന്നത്. പുറമേ അന്തരീക്ഷം എത്രയധികം ചൂടുപിടിച്ചാലും പിരമിഡിനകത്തെ താപനില 20 ഡിഗ്രി സെൽഷ്യസിൽ തന്നെ സ്ഥിരമായി നിലനിൽക്കും. 20 ഡിഗ്രി എന്നത് ഭൂമിയുടെ ആവറേജ് താപനിലയാണ്. എന്നാൽ ഈ ഒരു കാര്യത്തിന്റെ ഏറ്റവും വലിയ വിചിത്രത അതല്ല. ഈ തണുത്ത വായു നിലനിർത്തുന്നതിനായി
പ്രത്യേകിച്ചൊരു ഊർജവും പിരമിഡിന് ആവശ്യമില്ല. ചൂടുകൂടിയ വായു പിരമിഡിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ തണുക്കുന്നു. നമുക്കിന്നും ഇത്തരമൊരു സാങ്കേതികവിദ്യ നിർമ്മിക്കാൻ സാധ്യമല്ല. ഗിസയിലെ ഗ്രേറ്റ് പിരമിഡിന്റെ ഉയരം 146 മീറ്ററാണ്. പിരമിഡ് ഖനനം ചെയ്യുവാൻ ആധുനിക സാങ്കേതിക വിദ്യകളും ശാസ്ത്രീയ വിശകലനങ്ങളും ഉപയോഗിച്ച ആദ്യത്തെ വ്യക്തിയാണ് വില്യം മാത്യു ഫ്ലിൻഡേഴ്സ് പെട്രി. 1880കളിലാണ് അദ്ദേഹം ആദ്യമായി പിരമിഡിനകത്തേക്ക് പ്രവേശിച്ചത്. പിരമിഡ് പ്രധാനമായും ശവക്കല്ലറകൾക്ക് വേണ്ടിയാണ് നിർമ്മിച്ചതെന്ന് അറിയാവുന്നതുകൊണ്ട് അത്ര വലിയ കാര്യമായി നമുക്ക് തോന്നില്ല. എന്നാൽ ആ കല്ലറയ്ക്ക് ചെറിയൊരു പ്രത്യേകത കൂടിയുണ്ട്. ആ കല്ലറയുടെ വലുപ്പം കുറച്ചു വലുതാണ്. അതായത് ആ മുറിയിലേക്കുള്ള തുരങ്കത്തിലൂടെ ഒരിക്കലും ആ ശവക്കല്ലറ കയറ്റാൻ കഴിയുകയില്ല. അതായത് ആ വഴിയേക്കാൾ വലുപ്പം ശവക്കല്ലറയ്ക്കുണ്ട്. അപ്പോ പിന്നെ എങ്ങനെയായിരിക്കും അവർ അത് മുറിയിലേക്ക് കയറ്റിയത്? ശവക്കല്ലറ പണിതതിനു ശേഷമാണ് മുറിയും വഴിയും പണിതതെന്നുള്ള ഉത്തരം നമുക്ക് പറയാമെങ്കിലും ഇത്ര നിസ്സാരമായി അവരിത് ചെയ്യുമോ എന്ന ചോദ്യം നമ്മെ അലട്ടും. ആധുനിക മനുഷ്യർ ശാസ്ത്രീയമായി അവിടേക്കെത്തുന്നതിന് വളരെ മുൻപ് തന്നെ പിരമിഡ് കൊള്ളയടിക്കപ്പെട്ടിരുന്നു. പുരാതന ഈജിപ്തിൽ പതിവായിരുന്ന ഒരു സംഭവമായിരുന്നു കൊള്ളയടി. പ്രതികാരത്തിന്റെ പേരിലോ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കിടയിലോ അല്ലെങ്കിൽ മരിച്ചയാളുടെ സ്വന്തം ബന്ധുക്കൾ മുഖേനയോ കൊള്ളയടിക്കുന്നത് സാധാരണമായിരുന്നു. പിരമിഡിന്റെ കാര്യത്തിൽ പ്രധാനമായും രാജാക്കന്മാരുടെ പിൻഗാമികളായിരുന്നു കാരണം. അപ്പോൾ പറഞ്ഞുവരുന്നത് എന്താണെന്ന് വെച്ചാൽ തന്നെ പിരമിഡിന്റെ ആദ്യകാല രൂപം നമുക്കറിയാൻ കഴിയുകയില്ല. പിരമിഡ് എങ്ങനെയാണോ അവർ പണിതത് ആ ഒരു രീതിയിൽ നമ്മൾ ഒരിക്കലും കാണുകയില്ല. ഈ കാലഘട്ടത്തിൽ പോലും പിരമിഡുകളുടെ നിഗൂഢതകൾക്ക് അറുതി വന്നിട്ടില്ല. ഏറ്റവും പുതിയ വാർത്ത എന്തെന്നാൽ 2023 സ്കാൻ പിരമിഡ്സ് പ്രോജക്റ്റിന്റെ ഭാഗമായി ഗവേഷകർ പിരമിഡിന്റെ വടക്കുഭാഗത്ത് 30 അടി നീളമുള്ള ഒരു ഒളിപ്പിച്ച ഇടനാഴി കണ്ടെത്തി. ഇത് എങ്ങോട്ടാണ് തുറക്കുന്നത്? ഫറവോയുടെ യഥാർത്ഥ ശവകുടീരത്തിലേക്കോ അതോ 4000 വർഷം മുൻപുള്ള മനുഷ്യന്റെ അറിവിന്റെയും കഴിവിന്റെയും നമ്മൾ അറിയാത്ത മറ്റേതോ വലിയ രഹസ്യത്തിലേക്കോ? പിരമിഡ് വെറുമൊരു കല്ലറയായിരുന്നില്ല. അത് മമ്മീകരണം ചെയ്ത ഫറവോയെ പുനർജനനത്തിനായി ഊർജ്ജസ്വലമായി കാത്തുസൂക്ഷിക്കുന്ന ഒരു പ്രവർത്തന കേന്ദ്രമായിരുന്നുവെന്ന് ചില തിയറികൾ പറയുന്നു. പിരമിഡിന്റെ കൃത്യമായ ജ്യോതിശാസ്ത്രപരമായ സ്ഥാനവും അകത്തെ സ്ഥിരമായ 20 ഡിഗ്രി താപനിലയും ഈ മമ്മികൾക്ക് ആയിരക്കണക്കിന് വർഷങ്ങൾ കേടുകൂടാതെയിരിക്കാൻ സഹായിച്ചു. ഈജിപ്ഷ്യൻ വിശ്വാസപ്രകാരം ഫറവോ സൂര്യദേവനായ റേയുടെ മകനാണ്. മരിച്ച ഫറവോയെ സൂര്യനിലേക്ക് തിരിച്ചയക്കാനുള്ള അതിഭീമമായ ഒരു വിക്ഷേപണത്തറ മാത്രമായിരുന്നു ഈ പിരമിഡുകൾ എന്ന് സംശയിക്കപ്പെടുന്നുണ്ട്. എന്തായാലും ഗ്രേറ്റ് പിരമിഡിന്റെ നിർമ്മാണ രഹസ്യവും അതിനകത്തെ 20 ഡിഗ്രി സെൽഷ്യസ് തണുപ്പും തുരങ്കത്തിൽ കയറാത്ത ശവക്കല്ലറയുമെല്ലാം ഇന്നും ശാസ്ത്രലോകത്തെ അമ്പരപ്പിക്കുന്നു. 4000 വർഷങ്ങൾക്ക് ശേഷം പിരമിഡുകൾ നമ്മെ ഇത്രയധികം അത്ഭുതപ്പെടുത്തിയെങ്കിൽ 4000 വർഷങ്ങൾക്ക് മുൻപുള്ള അവസ്ഥ എന്തായിരിക്കും? പിരമിഡിന്റെ മണ്ണിൽ ഒളിപ്പിച്ച ആ സത്യം തേടിയുള്ള നമ്മുടെ അന്വേഷണം ഇന്നും തുടരുകയാണ്. ഈ നിഗൂഢതകളെക്കുറിച്ച് നിങ്ങൾക്കെന്ത് തോന്നുന്നു? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു നിഗൂഢതയുമായി കാണാം.